ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ഇത്തവണത്തെ അസംബ്ലിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അപ്രോച്ച് ചെയ്ത ഒരു രീതിയുണ്ട്. ഇതുവരെ ഈ അടുത്ത സമീപകാലം വരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, മത്സരിക്കുന്നു, ആകെ പ്രതീക്ഷയുള്ളൊരു സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിയമം ഉണ്ടാവും, അല്ലെങ്കിൽ മഞ്ചേശ്വരം ഉണ്ടാവും. മഞ്ചേശ്വരം പണ്ട് കേജിമാരുടെ കാലം തൊട്ട് തന്നെ പ്രതീക്ഷ പുലർത്തി വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് അവസാനം ഈ LDFും UDFും തമ്മിലുള്ള ക്രോസ് വോട്ടിങ്ങിലൂടെ കളിയിലൂടെ 500 വോട്ടിനും 1000-ൽ താഴെ വോട്ടിന് ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പൊയ്ക്കൊണ്ടിരുന്ന ഒരു സീറ്റായിരുന്നു മഞ്ചേശ്വരം. ഇതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം. വിജയിക്കുക എന്ന ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റോടുകൂടി BJP മത്സരിക്കുന്ന മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് മഞ്ചേശ്വരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ കാലത്ത്. പിന്നീട് നിയമവും വന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ ചെറിയ പോക്കറ്റുകളിൽ മാത്രമായിരുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ക്ലിയറായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് BJPയുടെ വിജയം തടയാനും കഴിയുമായിരുന്നു. ബാക്കിയുള്ളിടത്തെല്ലാം BJP മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രസൻസ് അറിയിക്കുക, കിട്ടാവുന്നതിൻ്റെ മാക്സിമം വോട്ട് വാങ്ങുക എന്നുള്ളത്. ഞാൻ ഇടയ്ക്കേറിയും ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എണ്ണി തുടങ്ങിയാൽ മഞ്ചേശ്വരം നിങ്ങൾ ഷാബു പ്രസാദ് താങ്കൾ കണക്കൂട്ടുന്നുണ്ട്, നേമം താങ്കൾ കണക്കൂട്ടുന്നുണ്ട്, കഴക്കൂട്ടം കണക്കൂട്ടുന്നുണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം, എനിക്ക് ഒരുപാട് പരിചയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മണ്ഡലങ്ങളുടെയും പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാവരും പാലക്കാടായാലും തൃശ്ശൂരായാലും ഇതെല്ലാം സാധ്യതയുള്ള, ചാത്തന്നൂരായാലും. പാലക്കാട് വിട്ടിട്ടില്ല, BJPക്കാർ പ്രതീക്ഷ വിട്ടിട്ടില്ല. പാലക്കാട് എൻ്റെ അഭിപ്രായത്തിൽ പാലക്കാട് BJPക്ക് തോക്കാനാണ് പ്രയാസം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൈനലി അവിടെ വിക്ടറി എടുക്കും. നേടി വന്ന വിജയം വോട്ട് ശതമാനം വിജയത്തിലെത്തിക്കാൻ പോവാണ് ഇത്തവണ ശോഭ അവിടെ. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. ഞാൻ പാലക്കാട് പോവുകയും ചെയ്തിരുന്നു. അപ്പം ഇതാണ് ആ ഒരു ഇലക്ഷനെ ഓവറോൾ BJP അപ്രോച്ച് ചെയ്ത ഒരു രീതിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ സമീപനത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ജയിക്കാനുള്ള സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വൈഡ് സ്പ്രെഡായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. പക്ഷേ ഇപ്പം അതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം CPM തന്നെയും അവസാനം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. CPM ഇത്തവണ ഞങ്ങൾ റോഡും തോടും ഉണ്ടാക്കി, പാലങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ കിഫ്ബി വഴി ഫണ്ട് കൊണ്ടുവന്നു, ഞങ്ങൾ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു എന്നതിൽ മാത്രമല്ല കേന്ദ്രീകരിച്ചത്. അവസാന സമയങ്ങളിൽ CPM എടുത്തിട്ടുള്ള ഒരു സമവാക്യ പോളിറ്റിക്സ് നമ്മൾ കണ്ടതാണ്. വെള്ളാപ്പള്ളിക്ക് ഇറങ്ങിക്കളിക്കുന്ന കണ്ടതാണല്ലോ. സോ അതിൻ്റെ പിന്നാലെയാണ് താങ്കളടക്കമുള്ള ആളുകൾ, ഇപ്പോൾ ഈ പറയുന്ന പ്രോ BJP എക്കോസിസ്റ്റത്തിനകത്ത് പെനട്രേഷനുള്ള ആളാണല്ലോ ഷാബു പ്രസാദ്. താങ്കളെ പോലുള്ള മറ്റു പലരും, നിങ്ങളൊക്കെയും ചെയ്ത് നമ്മൾ ഇത്തവണ കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് സഹായകരമാകേണ്ട ഒരു വോട്ടിൻ്റെ ഒരു ശതമാനം ഒഴുകി അപ്പുറത്ത് പോകാനുള്ള സാധ്യത അതിനകത്തില്ലേ? അങ്ങനെ ഇപ്പം ഞാൻ പറയും, ഇപ്പം ഞാൻ ആ ഒരു സമീപനം എടുത്തു. അതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ പറയാം, തുറന്ന് ഞാൻ പറയാം. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹം കൂടെ ഉണ്ട്. അത് താങ്കൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒരു വ്യക്തി മാത്രമല്ല, താങ്കൾ ഒരു വികാരത്തിന്റെ റെപ്രസെന്റേറ്റീവ്. അങ്ങനെ വേറെ പലരെയും ഞാൻ കണ്ടു. അല്ല, ഉണ്ടാകും. ഞാൻ എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് കോൺഗ്രസ് തകരുക എന്നുള്ളത് എന്നെ പോലുള്ളവരുടെ ആഗ്രഹം തന്നെയാണ്. സത്യം ഞാൻ തുറന്നു തന്നെ പറയുകയാണത്. കാര്യം CPM ഇനിയും തകരാനൊന്നും ബാക്കിയില്ല. കാര്യം ഈ തുടർച്ചയായ 2 അധികാരത്തിൽ കൂടെ അവർ ടോട്ടലി പൊല്യൂട്ടഡായി കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ടൊക്കെ സംഭവിച്ചോളും. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിക്കുന്ന മാതിരി ബംഗാളിൽ അവരിപ്പോൾ അക്കൗണ്ട് തുറക്കാൻ ഉള്ള വലിയ വിജയത്തിലേക്ക് പോവാണ് കേട്ടോ. 100% ചിലപ്പോൾ വിജയം കിട്ടുകയും, കഴിഞ്ഞ പ്രാവശ്യം 0 ആയിരുന്നല്ലോ, ഇപ്പോൾ 1 കിട്ടിയാലോ 100%ആണല്ലോ ബംഗാൾ. അപ്പം അത് ആ ഒരവസ്ഥയിലേക്ക് CPM സ്വാഭാവികമായിട്ട് തന്നെ പോയിക്കോളും. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവനെ തല്ലിക്കൊല്ലേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസ് നശിക്കണം എന്നുള്ളത് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണത്. ആ ആഗ്രഹത്തിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമാണ് തുടർച്ചയായ പരാജയം സംഭവിച്ച ഒരു സ്ഥലത്തും കോൺഗ്രസ് തിരിച്ചു വന്ന ചരിത്രമില്ല. 2 പ്രാവശ്യത്തിലധികം കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ, അത് തമിഴ്നാടായാലും ഒറീസയായാലും UP ആയാലും ബീഹാറായാലും ബംഗാളായാലും, നിങ്ങൾ മുഴുവൻ നോക്കിക്കോളൂ, കോൺഗ്രസ് തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ കൂടെ ഫലമാണെന്ന് കരുതിക്കോളൂ. അതാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട്, ഇപ്പോൾ നമ്മുടെ ഇത് വരുന്നത് എക്സിറ്റ് പോളിൻ്റെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു മാർജിൻ ഓഫ് എററും കൂടെ നമ്മൾ കൊടുക്കണം നിഷാദേ. ഒരു 10% മാർജിൻ ഓഫ് എറർ ഉണ്ടാകണം. ആ മാർജിൻ ഓഫ് എറർ മതി
ഇപ്പോഴത്തെ ഈ ഫലം അനലൈസ് ചെയ്യുമ്പോൾ ഈ ചിത്രം മാറാനായിട്ട് അല്ല ഏജൻസികൾ 10% അല്ലേ എയർ ഫാക്ടർ കൊടുക്കില്ല കേട്ടോ, അവർ 5% താഴെ കൊടുക്കുക. പോട്ടെ 5 to 10% അതും മതി, ദാറ്റ് ഈസ് ഇനഫ്. അതായത് ഒരു വലിയ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡിസിസീവ് ആയിട്ടുള്ള ഒരു മാർജിൻ ഇവിടെ കൊടുക്കുന്നില്ല. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കൂ, ആസാമിലേത് നോക്കൂ, ബംഗാളിലേത് നോക്കൂ. അവിടെ ഈ മാർജിൻ ഓഫ് എറർ BJPക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്താൽ പോലും അവിടെ ഡിസിസീവ് ആണത്. അങ്ങനെയുള്ള ഡിസിസീവായിട്ടുള്ള ഒരു ഡേറ്റ അല്ല ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഏകദേശം സമാനമായിരിക്കുന്നത് 2011 ഇലക്ഷനാണ്. എന്ന് വെച്ചാൽ താങ്കൾ കാണുന്നത് ഇവിടെ പിണറായി വിജയൻ 3.0 വരാൻ പോവുകയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് താങ്കൾ? അല്ല, 3.0 വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വളരെ അങ്ങോട്ട് ചുരുങ്ങിയിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ അങ്ങോട്ട് ചുരുങ്ങി ഒരു തൂക്കും നിയമസഭയിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നിട്ട് BJP കറുത്ത കുതിരയാവാൻ പോവാണ്. BJP അല്ല, ഇനി ഒരു കാര്യം പറയാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആര് സത്യപ്രതിജ്ഞ ചെയ്താലും BJP അഗൻസ്റ്റായിട്ടേ വോട്ട് ചെയ്യുള്ളൂ. ആര് സത്യപ്രതിജ്ഞ ചെയ്താലും അതാണ് സംഭവിക്കുക. ആ സമയത്ത് ഈ മുന്നണികൾക്കകത്ത് വിള്ളലുണ്ടാവുകയും ഒരു പക്ഷേ ഈ ഇവിടെ നിന്ന് മുസ്ലിം ലീഗ് LDFിലേക്ക് ചാടുക, ഇങ്ങനെയുള്ള വളരെ വലിയ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും, പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന് സാധ്യതയുണ്ട്.